ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ജപമാല മാസത്തിലെ 24-ാം ദിവസത്തിലേക്ക് നമ്മൾ ഇന്ന് പ്രവേശിക്കാം. ഇന്ന ദിവസം ജപമാലയുടെ ശക്തിയെ പറ്റി മാർപ്പാപ്പമാരും വിശുദ്ധരും കാലാകാലങ്ങളിൽ പറഞ്ഞു വെച്ച ഏതാനും ഉദ്ധരണികളിലൂടെ നമുക്ക് കടന്നു പോകാം. എൻ്റെ പതിവുകൾ എന്തെല്ലാം ഉപേക്ഷിച്ചാലും ജപമാല ഞാൻ ഉപേക്ഷിക്കുകയില്ല. കാരണം എൻ്റെ പ്രവൃത്തികൾ അധിഷ്ഠിതമായിരിക്കുന്നത് ജപമാലയിലാണ്. വിശുദ്ധ ഡോൺ ബോസ്കോയുടെ വാക്കുകളാണ്. നമ്മൾ ജപമാല ചൊല്ലുമ്പോൾ നാം മാതാവിൻ്റെ കയ്യിൽ പിടിക്കുന്നു, ചൊല്ലിക്കഴിയുമ്പോൾ മാതാവ് നമ്മുടെ കയ്യിൽ പിടിക്കുന്നു. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ വാക്കുകളാണ്. ജപമാല ചൊല്ലുന്നതിലൂടെ ഒരിക്കലും നമ്മുടെ മാതാവ് എനിക്ക് ഒരു കൃപയും നിരസിച്ചിട്ടില്ല. വിശുദ്ധ പാദ്രോ പിയോ. ഞാൻ പ്രാർത്ഥനയിൽ അഭയം പ്രാപിക്കുകയും മാതാവിൻ്റെ അടുക്കലേക്ക് തിരിയുകയും ചെയ്യുന്നു. നമ്മുടെ കർത്താവ് എപ്പോഴും വിജയിക്കുന്നു. വിശുദ്ധ കൊച്ചുത്രേസ്യ. ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്ന ഒരു സൈന്യത്തെ എനിക്ക് തരൂ, ഞാൻ ഈ ലോകത്തെ കീഴടക്കാം. വാഴ്ത്തപ്പെട്ട പിയൂസ് 9 മാർപ്പാപ്പ. ഈ കാലഘട്ടത്തിന് പറ്റിയ ഏറ്റവും ശക്തമായ ആയുധമാണ് ജപമാല. വിശുദ്ധ പാദ്രോ പിയോ. പരിശുദ്ധ ജപമാല ശക്തമായ ഒരു ആയുധമാണ്. ഇത് ആത്മവിശ്വാസത്തോടെ ഉപയോഗിക്കുകയാണെങ്കിൽ അതിൻ്റെ ഉദ്ദിഷ്ട ഫലത്തിൽ നിങ്ങൾ വിസ്മയഭരിതരാകും. വിശുദ്ധ ജോസ് മരിയ എസ്ക്രീവ. പരിശുദ്ധ മറിയത്തിന്റെ കൈകളിൽ സ്വയം ഉപേക്ഷിക്കുക, അവൾ നിന്നെ പരിപാലിക്കും. വിശുദ്ധ പാദ്രോ പിയോ. ജപമാല മറ്റെല്ലാ പ്രാർത്ഥനകളെക്കാൾ അധികമായി അനുഗ്രഹങ്ങളാൽ സമ്പുഷ്ടമാണ്. ദൈവമാതാവിന്റെ ഹൃദയത്തെ ഏറ്റവും കൂടുതലായി സ്പർശിക്കുന്ന ഒരു പ്രാർത്ഥനയാണിത്. നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിൽ സമാധാനം അനുഭവിക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ കുടുംബം ഒത്തൊരുമിച്ച് ജപമാല ചൊല്ലുവിൻ. വിശുദ്ധ പിയൂസ് 10 മാർപ്പാപ്പ. എല്ലാ ദിവസവും തന്റെ ജപമാല ചൊല്ലുന്ന ആരും മതവിരോധിയായി മാറുകയോ പിശാച് അവനെ വഴിതെറ്റിക്കുകയോ ഇല്ല. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട്. എല്ലാ സന്ധ്യാസമയങ്ങളിലും ജപമാല ചൊല്ലുന്ന കുടുംബം എത്ര മനോഹരമായ കുടുംബമാണ്. വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ. ദൈവത്താൽ പ്രചോദിതമായ ഒരു അമൂല്യ നിധിയാണ് ജപമാല. വിശുദ്ധ ലൂയിസ് ദി മോൺഫോർട്ട്. പരിശുദ്ധ കന്യകാമാതാവിന്റെ അടുക്കൽ പോവുക, അവളെ സ്നേഹിക്കുക. നിങ്ങൾക്ക് സാധിക്കുമ്പോഴൊക്കെ ഭക്തിപൂർവ്വം ജപമാല ചൊല്ലുക. അങ്ങനെ പ്രാർത്ഥനയുടെ ആത്മാക്കളാവുക. അത് നമുക്ക് ആവശ്യമായ അനുഗ്രഹങ്ങൾ നേടിത്തരുന്നു. വിശുദ്ധ പാദ്രോ പിയോ. പരിശുദ്ധ ജപമാലയിലൂടെ, പ്രാർത്ഥനയിലൂടെ നമുക്ക് പരിഹരിക്കാൻ കഴിയാത്ത ഒരു പ്രശ്നവുമില്ല. അത് എത്ര ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും. ഫാത്തിമയിലെ വിശുദ്ധ സിസ്റ്റർ ലൂസിയ. പ്രാർത്ഥിക്കുവാനുള്ള ഏറ്റവും നല്ല മാർഗം ജപമാല ചൊല്ലുക എന്നുള്ളതാണ്. വിശുദ്ധ ഫ്രാൻസിസ് ദി സാലസ്. സാത്താനെതിരെയുള്ള ചമ്മട്ടിയാണ് ജപമാല പ്രാർത്ഥന. ആൻഡ്രിയൻ 6 മാർപ്പാപ്പ. ലക്ഷത്തോളം കുടുംബങ്ങൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലുകയാണെങ്കിൽ മുഴുവൻ ലോകവും രക്ഷപ്പെടും. വിശുദ്ധ പിയൂസ് 10 മാർപ്പാപ്പ. യഥാർത്ഥ ക്രിസ്തീയ പരിപൂർണതയുടെ ഒരു വിദ്യാലയമാണ് ജപമാല പ്രാർത്ഥന. വിശുദ്ധ ജോൺ 23 പാപ്പ. പിശാചനെ ആട്ടിപ്പായിക്കുവാനും ഒരുവനെ പാപത്തിൽ നിന്ന് അകറ്റി നിർത്തുവാനും തക്ക ശക്തമായ ആയുധമാണ് ജപമാല. നിങ്ങളുടെ ഹൃദയത്തിലും കുടുംബത്തിലും സമൂഹത്തിലും രാജ്യത്തും സമാധാനം ആഗ്രഹിക്കുന്നുവെങ്കിൽ എല്ലാ സായാഹ്നങ്ങളിലും ഒരുമിച്ച് ചേർന്ന് ജപമാല ചൊല്ലുക. ജപമാല ചൊല്ലാതെ ഒരു ദിവസവും കടന്നു പോകാൻ അനുവദിക്കരുത്. ജോലിഭാരത്താൽ എത്രമാത്രം ക്ഷീണിതരാണെങ്കിലും. പിയൂസ് 11 മാർപ്പാപ്പയുടെ വാക്കുകളാണ്. നമുക്ക് പരിശുദ്ധ മറിയത്തിന്റെ അടുക്കലേക്ക് ഓടാം. അവളുടെ കൊച്ചുകുട്ടികൾ എന്ന നിലയിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ അവളുടെ കൈകളിലേക്ക് നമ്മളെ തന്നെ കൊടുക്കാം. വിശുദ്ധ ഫ്രാൻസിസ് സാലസ്. ഭക്തിപൂർവം ചൊല്ലുന്ന ജപമാലയേക്കാൾ ശ്രേഷ്ഠവും മാതാവിനും യേശുക്രിസ്തുവിനും മഹത്വമുള്ളതുമായ മറ്റൊരു പ്രാർത്ഥനയുമില്ല. വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട്. എണ്ണമറ്റ അനുഗ്രഹങ്ങളുടെ കലവറയാണ് ജപമാല പ്രാർത്ഥന. ബ്ലെസ്സഡ് അലൻ ഡി റോസ്. അസ്വസ്ഥരായ, അസന്തുഷ്ടരായ, ഭയപ്പെടുന്ന, നിരാശരായ ആത്മാക്കൾക്കുള്ള ഏറ്റവും മികച്ച തെറാപ്പി ജപമാലയാണ്. കാരണം അതിൽ ഒരേ സമയം 3 ശക്തികൾ ഉൾപ്പെടുന്നു: ശാരീരികവും ആത്മീയവും ഭൗതികവും. ആർച്ച് ബിഷപ്പ് ഫുൾട്ടൻ ജേഷി. സ്നേഹമുള്ളവരെ, പരിശുദ്ധ അമ്മയുടെ ഈ ജപമാല മാസത്തിൽ നമുക്കും പ്രഖ്യാപിക്കാം: പരിശുദ്ധ അമ്മ എൻ്റെ ശക്തിയാണ്, എൻ്റെ ധൈര്യമാണ്, എൻ്റെ ജീവനാണ്, എൻ്റെ പ്രതീക്ഷയാണ്, എൻ്റെ സംരക്ഷണമാണ്,
എൻ്റെ മധ്യസ്ഥയാണെന്ന് ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.